ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മുട്ടപ്പത്തിരി എന്ന് പറയും, ചിലർ ഓട്ടട, ചിലർ മുട്ടയപ്പം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മുട്ടപ്പത്തിരിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കോഴിമുട്ട വേണം. ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒത്തിരി ലൂസ് ആവരുത്, എന്നാൽ ഒത്തിരി ടൈറ്റും ആവരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന അതേ ചട്ടിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെള്ളയപ്പ ചട്ടിയിലാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേനും 1 തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് തീ എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി വരുന്ന മാവും നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരികളെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല കട്ടി തേങ്ങാപ്പാലും പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കഴിക്കാറ്. ചിലർ ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.